എന്നോടുള്ള വിശ്വാസം അത് തകരില്ലേ? ഏയ്, ദുരന്തം ഒഴിവായെന്നുള്ള ആശ്വാസത്തിൽ പിന്നെ മറ്റെന്തോർക്കാനാ? അല്ലെങ്കിൽ തന്നെ സുവർണെ, നമുക്ക് കള്ളത്തരങ്ങളൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ നീ എന്നു മുതലാ ചിന്തിച്ചു തുടങ്ങിയതെന്ന് എനിക്ക് ചിലപ്പോ അതിശയം തോന്നാറുണ്ട്. നമുക്ക് നേരിന്റെ വഴി മതി. ഇതിങ്ങനെ തന്നെ അവസാനിക്കണം എന്നായിരിക്കും ദൈവഹിതം. അത് പിന്നെ മോളെ, ഞാൻ അടുക്കളയിൽ എന്തോ കരിയുന്നുണ്ട്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഇല്ല, ഇതിങ്ങനെ അവസാനിച്ചുകൂടാ. ഇതിങ്ങനെ അവസാനിക്കാൻ വേണ്ടിയല്ലല്ലോ ഞാൻ ഇത്രയും കാലം. ഇല്ല, എല്ലാം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അരുവേട്ടന്റെ അനുവാദത്തോടെയാ ഞാൻ സുവർണയെ ചെന്ന് കണ്ടതെന്ന കാര്യം സുവർണയ്ക്ക് അറിയില്ല. ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. ഇനി അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അരുവേട്ടനും ഇനി ആ രീതി പെരുമാറിയാൽ മതി. അല്ലെങ്കിലും ഇതിൽ അത്ര വലിയ തെറ്റൊന്നുമില്ല. പിന്നെ ഒരു ഡോക്ടറെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് വേണ്ട കാര്യമില്ല. ഇക്കാലത്ത് എല്ലാരും നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കും. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അറിയുന്നത് നമുക്കൊരു ധൈര്യം തന്നെയാ. ചാരി വിഷമിക്കണ്ട. സുവർണയുടെ മുമ്പിൽ ഒന്നും അറിയാത്ത പോലെ ഞാൻ പെരുമാറും. ഹലോ, ചിറ്റയാ ചാരുലതേ, ശ്രീജ ചിറ്റ. ഇതെന്റെ നമ്പറാ, ഒന്ന് സേവ് ചെയ്തോട്ടോ. ആ എന്താ ചിറ്റ വിളിച്ചത്? എന്റെ അടുത്ത് സുമി പറഞ്ഞിരുന്നേ നിങ്ങൾ വേറൊരു ഡോക്ടറെ കൂടി കാണാൻ പോകുന്നു. അത് പിന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കിട്ടുമല്ലോ എന്ന് കരുതിയാ ഞാൻ. നല്ല കാര്യം തന്നെയാ, അങ്ങനെ തന്നെ വേണം. ഞാനും സുമി അത് തന്നെയാ പറഞ്ഞത്. ആ പിന്നെ ചാരുലതേ, നിങ്ങൾ ഏത് ഡോക്ടറെയാ കാണാൻ പോകുന്നേ? ഡോക്ടർ പ്രേമിയില്ലേ, അവരെ. ആ, പ്രേമ ഡോക്ടർ നല്ല ഡോക്ടറാ. അങ്ങനെ കേട്ടിട്ടുണ്ട് ചിറ്റെ. ആ, ഏതായാലും അവരെ കാണാൻ പോകുമ്പോഴേ ചാരുലതയുടെ ആ ബയോപ്സി റിപ്പോർട്ടോടെ കൊണ്ടുപോണേ, അതല്ലേ നല്ലത്. ഓ, ഞാനത് മറന്നു. ഓർമ്മിപ്പിച്ചത് നന്നായി. ആ റിപ്പോർട്ട് അവിടെയാണല്ലേ? എങ്ങനെ എനിക്കതൊന്ന് കിട്ടുക? അതിപ്പോ ഇവിടുന്ന് അത് കൊണ്ടുവന്ന് തരികന്ന് വെച്ചാ. ആ, ഒരു വഴിയുണ്ട്. ഞാൻ അമ്മുനെ അങ്ങോട്ട് അയക്കാം. അവളുടെ കയ്യിൽ കൊടുത്തു വിട്ടാ മതി. ആ, അത് മതി, അത് മതി. അവളോട് പറഞ്ഞേക്ക് ഇവിടെ വന്ന് അതൊന്ന് വാങ്ങിച്ചോണ്ട് പോകാൻ. ഞാൻ ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ശരി ചിറ്റെ, താങ്ക്സ്. ആ ശരി. അപ്പൊ ഇതാണല്ലേ തന്റെ വാസസ്ഥലം. മോളെ, ദാ ചാരുലതയുടെ ബയോപ്സി റിപ്പോർട്ട്. ശരി ചിറ്റെ, ഞാൻ ഇപ്പൊ തന്നെ ഇത് കൊണ്ടുപോയി കൊടുക്കട്ടെ. ആ പിന്നെ മോളെ, ഏത് പോലീസുകാരനും അല്ല ഏതൊരു ഡോക്ടറിനും ഒരു തെറ്റൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. അത് മോള് ചാരുലതയെ ഓർമ്മിപ്പിക്കാൻ മറക്കണ്ട കേട്ടോ.
ചേച്ചിക്ക് ഒരു കുഴപ്പം വരരുതെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇപ്പൊ എനിക്ക്. ഒരു പക്ഷേ ഈ റിപ്പോർട്ട് തെറ്റാണെന്ന് ഡോക്ടർ പറഞ്ഞ അതെന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണെന്ന് ഞാൻ കരുതും. എന്നാ പിന്നെ അത് അതുപോലെ തന്നെ സംഭവിക്കട്ടെ. ചിറ്റയും പ്രാർത്ഥിക്കണം ചേച്ചിക്ക് വേണ്ടി. അയ്യോ പാവം. ആ ചാരുലത കൊച്ചിന് നല്ലത് വരുത്തണേ എന്റെ വെള്ളുത്തുരുത്തിലമ്മേ. മുത്തച്ഛ, ഒരു വിശേഷം കേൾക്കണോ? ഇന്ന് ഞാൻ അവന്റെ വീട് കണ്ടുപിടിച്ചു. ആ കള്ള തിരുമാലി അർജുന്റെ. അത് കൊള്ളാമല്ലോ. ഇതെങ്ങനെ സാധിച്ചെടുത്തു നീ? ഞാനീ സിനിമ സ്റ്റൈലിൽ അതിസാഹസികമായ അവന്റെ 2 വീലറിനെ പിന്തുടർന്നു. ടിഷ്, അങ്ങനെ പോയി 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 അവസാനം ഞാൻ അവന്റെ വീടിന് മുന്നിലെത്തി. അവൻ നിന്നെ കാണുകയോ മറ്റോ ചെയ്തോ? എന്നെ ഇത്തിരി പൊളിക്കും. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു ദിവസം ആരുമില്ലാത്ത നേരത്ത് ഞാൻ അവിടെ ഒറ്റയ്ക്ക് പോവും. അതെന്തിനാ മോളെ? അവനെ കുറിച്ചുള്ള എന്തെങ്കിലും രഹസ്യങ്ങൾ അവിടെ നിന്ന് കിട്ടാതിരിക്കില്ലല്ലോ. അത്രയും റിസ്ക് എടുക്കണോ മോളെ? പിന്നെ വേണ്ടേ? റിസ്ക് എടുത്ത് ജീവിക്കുന്നതിന്റെ ത്രില്ലൊന്ന് വേറെ തന്നെയാ എന്റെ ചങ്ങാതി. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ആ കുട്ടി ശ്വേത മുമ്പൊരിക്കൽ നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. പിന്നെന്താ വിളിക്കൊന്നും ചെയ്യാതിരുന്നത്? അത് പിന്നെ ഡോക്ടർ സുപർണ സ്റ്റേറ്റിലെ തന്നെ ലീഡിംഗ് ഡോക്ടർമാരിൽ ഒരാളാണ്. റാങ്കൊക്കെ വാങ്ങി പാസ്സായതാ. സുപർണയുടെ റിപ്പോർട്ടിൽ ഒരിക്കലും തെറ്റുപറ്റില്ല. ഏതായാലും റിപ്പോർട്ടൊന്ന് നോക്കിക്കളയാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എന്താ ഡോക്ടർ? ഈ റിപ്പോർട്ട് 100% കറക്റ്റാണ്. എത്രയും വേഗം ചാരുലതയ്ക്ക് സർജറി നടത്തണം. യൂട്രസിലെ ട്യൂമർ അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ഇനി വൈകുന്ന ഓരോ നിമിഷവും ഡേഞ്ചറാണ്. അപ്പോ കുഞ്ഞ് അതിന് വിധിയുണ്ടെന്ന് തോന്നില്ല. ചേച്ചി, ചേച്ചി, ചേച്ചി. അപ്പോ പ്രേമ ഡോക്ടറും അങ്ങനെ തന്നെ പറഞ്ഞു അല്ലേ? അതെ, ഞാനും ചാർലി ചേച്ചിയും കൂടിയാ ഡോക്ടറെ പോയി കണ്ടത്. റിപ്പോർട്ട് പരിശോധിച്ച് എന്റെ മുമ്പിലിരുന്ന ഡോക്ടർ പറഞ്ഞത് ചാർലി ചേച്ചിക്ക് സർജറി വേണമെന്ന്. എന്നിട്ട് ചാർലത എന്താ പറഞ്ഞേ? പാവം, ആകെ തളർന്നു പോയി. എന്റെ ചുമലിൽ ചാരി കുറെ നേരം മയങ്ങിക്കിടന്നു. സഹിക്കാനാവുന്നില്ല സുമേച്ചി. സുമേച്ചിയുടെ മുമ്പിൽ വല്ല വഴിയും കാണുന്നുണ്ടോ? ഇനിയിപ്പൊ എന്തു വഴിയമ്മു? ഞാൻ പറഞ്ഞത് തന്നെ പ്രേമയും പറഞ്ഞില്ലേ? സുമേച്ചി, ചാർലി ചേച്ചിയും കുഞ്ഞിനെയും എന്ത് വില കൊടുത്ത് രക്ഷിക്കണം. എന്റെ അപേക്ഷ അത്. പ്ലീസ് കൈവിടരുത്. ഞാൻ ശ്രമിക്കാം. എന്നെ കൊണ്ടാവും വിധം ഞാൻ ശ്രമിക്കാം. മെഡിക്കൽ സയൻസിന് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അവരെ രണ്ടുപേരെയും രക്ഷിക്കേണ്ടത് ഇപ്പൊ എന്റെയും കൂടി ആവശ്യമാണല്ലോ. അത്രയ്ക്ക് പ്രിയപ്പെട്ടതാ എനിക്ക് അരുൺകുമാറിന്റെ കുടുംബം. താങ്ക്സ് ചേച്ചി. പ്രിയപ്പെട്ടത് അരുൺകുമാറിന്റെ കുടുംബമല്ല, അരുൺകുമാർ മാത്രം. അപ്പോ അർജുന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്? അച്ഛനില്ല, അമ്മ മാത്രം. ഇവിടെ കോളേജിനടുത്ത് തന്നെ ഒരു വാടക വീട്ടിലാ. കൂടെ 3 ഫ്രണ്ട്സും ഉണ്ട്. ഓ,
അത് ശരി. താമസമൊക്കെ സുഖാണല്ലോ അല്ലേ? സുഖമൊക്കെ തന്നെ. ശ്വേതയുടെ ബ്ലഡ് ശരീരത്തിൽ കയറിയിട്ടാണോന്ന് അറിയില്ല. മൊത്തത്തിൽ എല്ലാവരോടും ഒരു സ്നേഹവും സഹാനുഭൂതിയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അല്ല, ശ്വേത എന്താ എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കാത്തെ? ഇവിടെ തൊട്ടടുത്തല്ലേ വീട്. അതൊക്കെ ക്ഷണിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ ക്ഷണിച്ചിരിക്കുന്നു. ഇപ്പൊ എന്തായാലും വയ്യ. ക്ഷണിച്ചതല്ലേ, താങ്ക്സ്. പിന്നെ ഒരിക്കൽ ഉറപ്പായിട്ടും വരാം. ഇനി എന്നെ ക്ഷണിക്കേ. എങ്ങോട്ട്? അർജുന്റെ വീട്ടിലേക്ക്. അതല്ലേ മര്യാദ. ആ, ശരി തന്നെ. പക്ഷേ 4 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് ശ്വേത എങ്ങനെയാ? അത് ബോറാവും. ഏയ്, ശ്വേത ഒരു മിനിറ്റ്. ആ, പറയടാ. ഡഗേടി, നീ ഇതെവിടെയാ? എത്ര നേരമായി വിളിക്കണേ? എപ്പോ നോക്കിയാലും ലൈൻ ബിസി ആണല്ലോ. എടാ, ഞാനിപ്പോ ടൗണിലാ, വരാൻ വൈകും. അപ്പൊ ഞാനെങ്ങനെ വീട്ടിൽ കയറണേ? എടാ, കീ ഞാൻ സിറ്റ് ഔട്ടിലെ ചെടിച്ചെടിയുടെ അടിയിൽ വെച്ചിട്ടുണ്ട്. നീ തുറന്നോ? ആ, അന്നാ മതിട്ടാ. ചെടിച്ചട്ടിയുടെ താഴെ അല്ലേ? കേട്ടോ? സ്വരം താഴ്ത്തിയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് കേട്ടു. പിന്നെ ഈ ചെടിച്ചട്ടിയുടെ അടിയിൽ കീ വെക്കുന്ന വിദ്യ കള്ളന്മാർ അറിയണ്ട കേട്ടോ. ഏത് കള്ളൻ അറിയാനാ? അത് ഒരു കള്ളനുണ്ട്. താക്കോല് പോലും വേണ്ടാതെ ഡോറ് തുറന്ന് വീട്ടിൽ കയറുന്നൊരു കള്ളൻ. അവനെ പോലുള്ളൊരു സൂക്ഷിക്കേണ്ട കാര്യമാ ഞാൻ പറഞ്ഞത്. ഓഹോ, അത് ശരി. അങ്ങനെയുള്ളവന്മാരെ ശ്വേതയും സൂക്ഷിക്കണം കേട്ടോ. മോനെ അർജുന, എന്റെ അടുത്താ നിന്റെ വിളച്ചില്. നീ ആ അർജുനൻ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താ? ആ, പിന്നെ ശ്വേത, അന്നൊരിക്കെ ശ്വേത എന്നോട് ചോദിച്ചില്ലേ, ശ്വേതയുടെ ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോന്ന്, ശ്വേതയെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോന്ന്? ചോദിച്ചോ? ആ, അന്ന് ചോദിച്ചു. ആ. അതിനർത്ഥം എന്നെ പോലുള്ള മറ്റാരെയോ ശ്വേതയ്ക്ക് മുമ്പ് പരിചയമുണ്ടെന്നല്ലേ? ആണോ? ആ, ആയിരിക്കാം കേട്ടോ. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ഇതേ കാര്യം തന്നെ പറഞ്ഞു. എന്റെ അതേ ശബ്ദവും രൂപമുള്ള മറ്റൊരാളെ അവനും കണ്ടു അത്രേ, അതും ഈ നഗരത്തിൽ വെച്ച്. ആണോ? ചിറ്റേ, എന്താ മോളെ? ഡോക്ടർ പ്രേമയുടെ റിപ്പോർട്ടും വന്നു. ചാരുലതയുടെ രോഗത്തിന്റെ കാര്യം ശരിയാണെന്ന് അമ്മു ഇക്കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ ഇത് സംഭവിച്ചു? ശരിക്കും എല്ലാവരുടെയും മുമ്പിൽ തലകുനിക്കാൻ മാനസികമായി ഒരുങ്ങി നിൽക്കുകയായിരുന്നു ഞാൻ. എനിക്കതിൽ ഒരു അത്ഭുതവും തോന്നില്ല സുവർണേ. അതെന്താ? ശരിക്കും രോഗമുള്ള ഒരാളുടെ ബയോപ്സി റിപ്പോർട്ട് കണ്ടാൽ ഒരു നല്ല ഡോക്ടർ എന്തിനാ മറുത്തൊരു അഭിപ്രായം പറയുന്നേ? അതിന് ചാരുലതയ്ക്ക് രോഗമില്ലല്ലോ. ഇല്ലായിരിക്കാം. പക്ഷേ നമ്മൾ കൊടുത്ത റിപ്പോർട്ട് ചാരുലതയുടേതല്ലെങ്കിൽ? ചിറ്റേ, പറയാം. അതെ, ഞാൻ അമ്മുവിന്റെ കയ്യിൽ കൊടുത്തത് കഴിഞ്ഞ ആഴ്ച നിന്നെ കാണാൻ വന്ന ബീന എന്ന പേഷ്യന്റിന്റെ ബയോപ്സി റിപ്പോർട്ടാ. പേര് മാറ്റി ചാരുലത എന്ന് എഴുതി. ബീനയ്ക്ക് രോഗമുണ്ടല്ലോ. വലിയൊരു പാപമാണ് ഞാൻ ചെയ്തത്. പക്ഷേ നിന്റെ മനസ്സ് വേദനിക്കുന്നത് ഈ ചിറ്റയ്ക്ക് സഹിക്കാനാവില്ല. അതിനുവേണ്ടി ഞാൻ എന്റെ മനസാക്ഷിയെ കുരുതി കൊടുത്തു. സാരമില്ല, സാരമില്ല ചാരു, നമുക്ക് യോഗമില്ല, അങ്ങനെ കരുതാം.
കരുതാൻ അരുവേട്ടന് കഴിയോ? ഇല്ല. പക്ഷെ ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചോണ്ടിരിക്കുക. ഞാൻ കൂടെ തളർന്നു പോയാ നീ പിന്നെ എന്ത് ചെയ്യും ചാരു? എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? അരുവേട്ട, ഇല്ല, എനിക്കൊരു വിഷമമില്ല. ഇനി ഞാൻ കരയില്ല. അരുവേട്ടൻ ചെയ്തതുപോലെ എന്റെ മനസ്സിനെ ഞാനും പഠിപ്പിച്ചോളാം. നമ്മുടെ കുഞ്ഞ് നമുക്കിടയിലേക്ക് വരില്ല എന്ന്. ഓർമ്മയുണ്ടോ അരുവേട്ടൻ നമ്മുടെ കുഞ്ഞിന് പേരിട്ടത്? ആകാശമിട്ടായി. നോക്കിയേ, ആകാശത്തെവിടെയോ നിന്ന് ഇപ്പൊ നമ്മുടെ കുഞ്ഞാവും നമ്മളെ രണ്ടുപേരെ നോക്കുന്നുണ്ടാവും. എന്തായിരിക്കും ഇപ്പൊ അതിന്റെ മനസ്സില്? അച്ഛന്റെ അമ്മയുടെ അടുത്തെത്താൻ കഴിയാത്തതിന്റെ പിണക്കുണ്ടാവോ നമ്മുടെ വാവയ്ക്ക്? ഇല്ല ചാരു, കുഞ്ഞുങ്ങൾ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരാണെന്ന് കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ മടിത്തട്ടിലിരുന്ന് നമ്മുടെ ആകാശമുട്ടായി ഇപ്പൊ കൊഞ്ചുന്നുണ്ടാവും. നീ പാടാൻ കാത്തുവെച്ച താരാട്ട് പാട്ടുകൾ അത്രയും ദൈവം അവനെ പാടി കേൾപ്പിക്കുന്നുണ്ടാവും. അത് കേട്ട് കേട്ട് മെല്ലെ മെല്ലെ അവൻ കണ്ണും പൂട്ടി ഉറങ്ങുക. അങ്ങനെ നമുക്ക് സമാധാനിക്കാം. അയ്യേ, എന്താ ഇതിന്റെ കമ്മ്യൂണിസ്റ്റേ? വന്ന് കിടക്ക്, വാ. എന്നിട്ട് എന്ത് പറഞ്ഞു ചാരുലത ചേച്ചിയുടെ കാര്യം? ഡോക്ടർ സുപർണയുടെ ഡയഗ്നോസിസ് 100% ശരിയാണെന്ന പ്രേമാൻറ്റി പറഞ്ഞത്. അരുൺ സാറിന്റെ വൈഫിന് സർജറി കൂടിയേ തീരുവത്രേ. നീ ഇനി ടെൻഷൻ കൂട്ടുകയൊന്നും വേണ്ട. കാര്യങ്ങളൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാ ഹസ്ബൻഡും വൈഫും കൂടി തീരുമാനിച്ചോട്ടെ. എന്നാലും ശ്വേത, ദൈവം എന്തിനാ ചാരുലത ചേച്ചിയോട് ഇത്രയും ക്രൂരത കാണിച്ചത്? ഇതൊക്കെ ആർക്കും എപ്പോ വേണേലും സംഭവിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അല്ലാതെ ദൈവത്തിന് എന്താ സ്പെഷ്യൽ ഇൻട്രസ്റ്റ്? പിന്നെ ഈ ചോദിച്ചതിന്റെ ബാക്കിയെന്ന നിലയിൽ പറയാം. ദൈവം അഥവാ ക്രൂരത കാട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവരോടായിരിക്കില്ല, അവരുടെ ഹസ്ബൻഡിനോടാ. അരുൺ സാറിനോടോ? സാറെന്ത് തെറ്റ് ചെയ്തു? മറന്നോ? അരുൺ സാറ് കാരണം ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുള്ളതല്ലേ നീ? അങ്ങനെ ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? ആ, അവനവൻ ചെയ്തതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. എത്ര ക്രൂരമായിട്ടാ ശ്വേതി നീ സംസാരിക്കുന്നേ? അരുൺ സാർ എന്റെ മുന്നിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? നിനക്കെന്താ സാറിനോട് ഇത്രയും വെറുപ്പ്? ശ്വേത എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഓടി അവിടുന്ന്. അരുൺ സാറിനെ പറഞ്ഞപ്പോ അവളുടെ നാവിന് മൂർച്ച വന്നിരിക്കുന്നു. നിന്റെ ആരടി അങ്ങേര്? കെട്ടിയാനോ അതോ അതിനപ്പുറം വലുതാണോ? ആരാണെങ്കിലും എനിക്കൊന്നുമില്ല. എനിക്ക് തോന്നിയത് ഞാൻ ഇനിയും പറയും. ഇനി അതിന്റെ പേരിൽ നീ പിണങ്ങിയാലും എനിക്കൊരു പ്രശ്നമല്ല. ശ്വേത, അരുൺ സാറിനോട് നിനക്ക് ഇഷ്ടമല്ലായിരിക്കും, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇപ്പൊ നീ പറഞ്ഞത് ഒരു കുഞ്ഞു ജീവനെ എന്നേക്കുമായി ഈ ഭൂമിന്ന് പറിച്ചു മാറ്റുന്ന കാര്യം നിനക്ക് സന്തോഷാണെന്നോ? നീ അത്രയൊന്നും കടന്ന് ചിന്തിക്കില്ലേ അമ്മു. അയാളുമായിട്ടുള്ള ഒരു ചങ്ങാത്തത്തിനും നീ എന്നെ പ്രതീക്ഷിക്കണ്ട. വാ, മുത്തശ്ശി ചായ എടുത്തിട്ടുണ്ടാവും. പോടി അമ്മു. നീ എവിടെയാ? ഞാൻ അല്പം ദൂരെയാ. ദൂരെയോ? ആ, ഞാൻ ഒരിടം വരെ പോയിക്കൊണ്ടിരിക്കുക. ശ്വേത എവിടെയാ? ഞാൻ കോളേജിലാ. ഇപ്പൊ ഇന്റർവെല്ലാ. അയ്യോ, ഇത് ബെല്ലടിച്ചു. അടുത്ത അവർ തുടങ്ങാറായി. ഞാൻ ക്ലാസ്സിലോട്ട് പോട്ടെ, പിന്നെ വിളിക്കാട്ടോ. ഓക്കെ ഓക്കെ. ദൂരെയാണല്ലേ?
എടാ കീ ഞാൻ സിറ്റ് ഔട്ടിലെ ചെടിച്ചെടിയുടെ അടിയിൽ വെച്ചിട്ടുണ്ട്, നീ തുറന്നോ? ആ ഹലോ